ഭാമാണ്ടി, ഭാമാണ്ടി. എന്താ മോളെ? എന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നേ? എനിക്ക് ഇപ്പൊ അറിയണോ അത്? ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേന്ന്? അത് നിനക്കറിയില്ലേ മോളെ? ഒരു മിടുക്കൻ ചെറുക്കനുമായിട്ട് മോളുടെ കല്യാണം നടത്തി കൊടുക്കാവുന്ന നിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കല്ലേ ഞാൻ. എന്റെ ഉത്തരവാദിത്വ അതിപ്പോ. ശരി, അപ്പൊ അതുവരെ വിഷ്ണുവേട്ടനും ശാലിനിയും ദാമ്പത്യ ജീവിതം തുടങ്ങില്ല എന്നല്ലേ പറഞ്ഞിരുന്നേ? അതും ഒരു വാക്ക് കൊടുക്കലായിരുന്നു. അതെ, വാക്ക് കൊടുക്കലായിരുന്നു. പക്ഷെ ഭാമാണ്ടി എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത വാക്കൊക്കെ നൽകുന്നേ? ഒരിക്കലും നടപ്പാക്കാൻ സാധിക്കാത്ത വാക്കുകൾ. ആവശ്യമില്ലാത്ത, നടപ്പാക്കാൻ സാധിക്കാത്ത വാക്കുകളോ? അതെ. അല്ലെങ്കിലേ മുകളിൽ ചെന്ന് നോക്ക്. ബെഡ്റൂമിലെ അവർ ആദ്യരാത്രി ആഘോഷിച്ചോണ്ടിരിക്കുക, പൊന്നും പൂവും പാലും തേനും ഒക്കെ ആയിട്ട്. നീ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയുന്നത് സത്യം. കുറച്ചു മുമ്പേ രണ്ടുപേരും കൂടെ ജീപ്പിൽ പുറത്ത് കറങ്ങാൻ പോയിരുന്നു. ഈ രാത്രിയിലോ? അതെ. എന്നിട്ടെന്താ, ഉലകം ചുറ്റലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചു വന്ന് കയറിയതേ ഉള്ളൂ. തിരികെ വരുമ്പോ വിഷ്ണുവേട്ടന്റെ കയ്യില് ദാ ഈ അളവിൽ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. രണ്ടാളും കൂടെ ആദ്യ രാത്രി ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഈ രാത്രിയില് പിന്നെ എന്തിനാ ആന്റി മുല്ലപ്പൂവും ചുമന്നോണ്ട് നടക്കുന്നേ? ആണോ? എങ്കിൽ ആന്റി ചോദിക്കാം. മോൾ എവിടെ നിൽക്കേ? എന്റെ കൃഷ്ണ, അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോരുത്തരുടെ മനസ്സിലിരിപ്പേ. ഈ മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ ഫസ്റ്റ് ആയിട്ട് മാത്രമാണോ ഉപയോഗിക്കുന്നത്? ഈ സുസ്മിത എന്താവോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? കഷ്ടല്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ, കിടക്കാൻ നോക്കാം. ഹലോ, ഇതെന്താ ചെയ്യുന്നേ? ഇന്ന് ഞാൻ നിലത്ത് കിടന്നോളാം. കാരണം ഇന്ന് ഇയാളല്ലേ നിലത്ത് കിടക്കുന്നേ. ഇന്ന് മുതല് ഞാൻ കിടന്നോളാം, അത്രേ ഉള്ളൂ. അതെന്തിനാണെന്ന് മനസ്സിലായില്ല. ഇത് ഇയാളുടെ ബെഡ്റൂം അല്ലേ, ഞാൻ ഇയാളുടെ ഭാര്യ. ഓ, സന്തോഷം. ആ ബോധം എല്ലാ കാര്യത്തിലും ഉണ്ടായാ മതി. തൽക്കാലം ഈ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തണ്ടേ. ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. ഒന്ന് മാറുമോ? മൊബൈൽ എടുക്കണം. അമ്മേ, ആഞ്ജനേയ, സ്വപ്നമൊന്നും കാണിക്കില്ലേ? അമ്മേ, ഈ പൂവിന്റെ കാര്യത്തിൽ സുസ്മിത മാത്രമല്ല, ഞാനും ഇയാളെ തെറ്റിദ്ധരിച്ചതാ. ശാരദേ, ശാരദേ,
അകത്ത് ഒളിച്ചിരിക്കാതെ പുറത്തു വരാനാ പറഞ്ഞത്. ആരാ? രാജേശ്വരിയോ? രാജേശ്വരി എന്താ ഇവിടെ? വെറുതെ ശാരദ തമ്പുരാട്ടിയുടെയും മക്കളുടെയും തിരുമുഖം ഒന്ന് ദർശിക്കാൻ വന്നതാ. ഇവിടുത്തെ പൊന്നോമന കുഞ്ഞുമായി കല്യാണം നിശ്ചയിച്ച് സൗഹൃദത്തിൽ കൈപിടിച്ചു കുലുക്കി ഈ പടിയിറങ്ങി പോയതല്ലേ അന്ന്. സത്യം പറഞ്ഞ നിങ്ങളുമായുള്ള സകല വൈരവും ദേഷ്യവും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാ അന്ന് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങിയത്. പക്ഷെ കുടുംബശ്രീ ശാരദ ചതിക്കൂന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാ എന്റെ അനിയൻ ബാലചന്ദ്രന്റെ കല്യാണം വിഘ്നങ്ങളൊന്നും ഇല്ലാതെ നടന്നു കിട്ടാൻ ഞാൻ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് നേദിച്ച് പൂജിച്ച കലശമായത്. ഇനി അത് സമർപ്പിക്കേണ്ടത് ഈ തിരുനടയിലാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ പിന്നെ ആ തിരുകർമ്മം അങ്ങ് കൈയോടെ നിർവഹിക്കാൻ പോവാ. ഇവിടെ ഇത് പടിയിൽ ഉടച്ചത് ഞാൻ എന്റെ സകല ശാപവും കൊണ്ടാ. ഞാൻ പൂജിച്ച ദേവിക്ക് ശക്തിയുണ്ടെങ്കിൽ സൂര്യചന്ദ്രന്മാർ വീണ്ടും ഉദിക്കുമെങ്കിൽ 33 കോടി ദേവകളെയും സാക്ഷി നിർത്തി പറയോ ശാരദേ, എന്നെ ചതിച്ച് ശാലിനി അടക്കമുള്ള നിന്റെ 3 പെൺമക്കളുടെയും ജീവിതം ദാ ഇതുപോലെ പൊട്ടിച്ചിതറും. അത് കാണാൻ സാധിച്ചില്ലെങ്കിൽ സ്വയം കുത്തി മരിക്കുക ഈ രാജേശ്വരി. നിന്നെ എന്നെയും താലി കെട്ടിയ ആ മനുഷ്യനെ സാക്ഷി നിർത്തിയ ഞാൻ ഈ പറയുന്നത്. മതി രാജേശ്വരി, ആ ഒരൊറ്റ സാക്ഷി മതി നിന്റെ ശാപം ഈ കുടുംബത്തിൽ വീഴില്ലെന്ന് വിശ്വസിക്കാൻ. മാത്രമല്ല, ഞങ്ങളാരും നിന്നെ ചതിച്ചിട്ടില്ല. നീ വെറുതെ ഓരോന്ന് തെറ്റിദ്ധരിക്കുന്നതാ. ചതിച്ചിട്ടില്ലെന്നോ? പച്ചക്കള്ളം പറയല്ലേ ശാരദ നീ. വിഷ്ണു ശാലിനിയെ താലി കെട്ടുന്ന സമയത്ത് ഞാനോ ഈ മനുഷ്യനോ അവിടെ ഉണ്ടായിരുന്നില്ല. വിഷ്ണുവിനെ കണ്ട് പേടിച്ചോടിയ ബാലചന്ദ്രനെ തിരികെ കൂട്ടിക്കൊണ്ടുവന്ന് താലി കെട്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങള്. അവനെ കൂട്ടിക്കൊണ്ടുവരാനും ഞങ്ങളെ കൊണ്ട് സാധിച്ചു. പക്ഷേ അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം സാധിച്ചു. മനഃപൂർവ്വം ഞങ്ങളെ അപമാനിക്കാൻ. നമസ്കാരം. അമ്മേ, ആഹാ, സരളെ സരള ഇത് എപ്പോഴെത്തി? വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, എന്തു പറയാൻ, ഇവളിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസം ആയില്ലേ. ഇനിയെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ തീരുമാനമെടുത്തേ പറ്റൂന്ന് തോന്നി, അതാ വന്നത്. നീ ഇതാകെ ഇടം തിരിഞ്ഞാണല്ലോ കയറി വന്നിരിക്കുന്നത്. നീ അങ്ങോട്ടിരിക്കെ, നമുക്ക് വല്ലതും കുടിച്ചിട്ട് സംസാരിക്കാം. വാ. ചെറുക്കനെയും പെണ്ണിനെയും വീട്ടിൽ വിരുന്നിന് വിളിക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതിനുവേണ്ടിയാ ഞങ്ങൾ വന്നത്. ഓ, അതിനെന്താ, രണ്ടുപേരെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകാലോ, അല്ലേ ഭാമേ? എന്നോട് അഭിപ്രായം ചോദിക്കുന്നത് എന്തിനാ? പോകേണ്ടവർക്ക് പോകാം, അത്ര തന്നെ. ഭാമേ, കൊണ്ടുപോയിക്കോട്ടെ എന്നല്ലേ പറഞ്ഞത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല.
സുസ്മിതേ, വാ നമുക്ക് പോകാം. നിന്റെ ബാഗോ വസ്ത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം എടുത്തോണ്ട് വാ. പെട്ടെന്ന് ഇറങ്ങണം. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. അയ്യോ, എന്തു പറ്റി സാറിലെ പെട്ടെന്നിങ്ങനെ? പെട്ടെന്നൊന്നും അല്ല, എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടോ നിനക്ക്? ചെറുപ്പം മുതല് എന്റെ മോൾ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വിഷ്ണുവിനെ ആയിരുന്നു. അവനോടൊപ്പം ഒരായുസ് മുഴുവൻ ജീവിതം പങ്കിടാമെന്ന് മോഹിച്ചു ഇവള്. അവളതൊരു കല്യാണാലോചനയായി അവതരിപ്പിച്ചപ്പോ ആരും എതിർത്തൊരു വാക്കുപോലും പറഞ്ഞില്ല. പറഞ്ഞില്ലെന്ന് മാത്രമല്ല, നീ എനിക്ക് വാക്കും തന്നു. അമ്മ പറയുന്നതിനപ്പുറം വിഷ്ണുവിനില്ല എന്ന്. അമ്മയുടെ പേര് നെഞ്ചിലല്ല, ഹൃദയത്തിൽ പതിപ്പിച്ചവനാ എന്റെ മോനെന്ന്. എന്താ ശരിയല്ലേ? ശരിയാണ്. അവളുടെ ഉള്ളിൽ വിഷ്ണുവിനോടുള്ളൊരു മോഹം വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളവും വളവും ഇട്ടുകൊടുത്തത് നീയും ഞാനും ഇവിടെയുള്ള എല്ലാവരും കൂടിയാ. ആ മോഹത്തിന്റെ പേരില എന്റെ മകള് കതിർ മണ്ഡപം വരെ എത്തിയത്. പിന്നീട് അവിടുന്ന് ഇറങ്ങി ഓടി വിഷം കഴിച്ച് ജീവൻ ഒടുക്കാൻ ഇവൾ ശ്രമിക്കണമെങ്കിൽ ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഊഹിക്കാമല്ലോ നിങ്ങൾക്കൊക്കെ. ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് സാറേ. പക്ഷേ ഇല്ല രാഘവേട്ട, നിങ്ങൾക്കൊന്നും പൂർണ്ണമായിട്ടത് മനസ്സിലായിട്ടില്ല. കാരണം ഭാമ പ്രസവിച്ച മകൾക്ക് അങ്ങനൊരവസ്ഥ വന്നിട്ടില്ല. കൂടാതെ കതിർ മണ്ഡപത്തിൽ ബന്ധുക്കളും നാട്ടുകാരും നോക്കി നിൽക്കെയുള്ള അപമാനവും അവഹേളനവും, അതിന് പിന്നാലെ പറഞ്ഞു ചിരിക്കാൻ ഒരു ആത്മഹത്യാ ശ്രമം വേറെ. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരമ്മയുടെ നെഞ്ച് എത്രയാ പിടയ്ക്കുന്നതെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് സത്യം. പ്രീതി, പ്രീതി, എന്താ മേ? ഒന്നിങ്ങ് വന്നേ. അതാ വരുന്നു. എന്നാലും അത് എവിടെ പോയി? എന്താ മേ? ആ, അച്ഛന് വേണ്ടി വിഷ്ണു വൈദ്യശാലയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കുഴമ്പ് ഇവിടെ കാണുന്നില്ല. എവിടെയാ അമ്മ വച്ചിരുന്നേ? ആ, ഇവിടുത്തെ കബോർഡിനുള്ളില്ല. പക്ഷെ കബോർഡ് മുഴുവൻ തെരഞ്ഞിട്ടും കാണുന്നില്ല. അമ്മ ചിലപ്പോ വച്ച സ്ഥലം മറന്നുപോയിട്ടുണ്ടാവും. നന്നിട്ട് ഓർത്തു നോക്കിയേ. ഏയ് പ്രീതി, ഇങ്ങനെ ആന്റിയെ വെറുതെ വില കുറച്ച് കാണരുത്. ആന്റിയുടെ ബുദ്ധി എപ്പോഴും നല്ല ഷാർപ്പാ. മുഖത്തിരിക്കുന്ന കണ്ണട സ്വയം മറന്ന് അലമാരിയിൽ തിരയുന്ന ആളല്ല ആന്റി. ഹലോ, കൂടുതൽ പറഞ്ഞു കയറല്ലേ. ഞാൻ അമ്മ വില കുറച്ച് കണ്ടതൊന്നും അല്ല. മനുഷ്യനെ ജനിച്ച ഏതൊരാൾക്കും മറവിയൊക്കെ വരും. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ അല്ല, അത് മതി മതി മതി, രണ്ടാളും വഴക്കിടണ്ട. ഞാൻ നോക്കട്ടെ മറ്റെവിടെയെങ്കിലും ആണോ വെച്ചേന്ന്. വാ. ആളിന്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാ. ഒന്നും പറയാറായിട്ടില്ല. ഏതായാലും ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഇതാ ക്യാഷ് അടച്ച് രസീത് കൊണ്ടുവന്നു. അയ്യോ, ഇത്രയും വലിയ രൂപയോ? ഇനി പ്രോബ്ലം? അത് ഡോക്ടർ, ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ വലിയ കാശൊന്നും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാ. ഞാൻ അടക്കമുള്ള എല്ലാവരും ഇവിടുത്തെ ജീവനക്കാരും. മാനേജ്മെന്റ് വെച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനും കഴിയും.
കാശ് അടച്ചതിന് ശേഷം ട്രീറ്റ്മെന്റ് നടത്തിയാൽ മതിയെന്ന മാനേജ്മെന്റിന്റെ തീരുമാനം. അയ്യോ, ഒരു ആക്സിഡന്റ് ആയതുകൊണ്ടാ ഞാൻ പിന്നെ വെച്ച് താമസിപ്പിക്കാത്തത്. ഇതിപ്പോ എങ്ങനെയെങ്കിലും സഹായിക്കണം ഡോക്ടർ. സോറി, സഹായം ഒന്നും നടക്കില്ല. പണം കൈവശമുള്ള ആരെങ്കിലും ഉടനെ ഒന്ന് വിളിച്ചു വരുത്താൻ നോക്ക്. ട്രീറ്റ്മെന്റ് വൈകുന്ന ഓരോ നിമിഷവും ആപത്താണെന്ന് ഓർത്താ മതി. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ വാ. മാഡം, ക്യാഷ്. മാഡം, എന്റെ കാതി കിടക്കുന്നത് സ്വർണ്ണ കമ്മല. അത് പണയമായോ വിലക്കോ എടുത്തിട്ട് ഈ ചികിത്സ ഒന്ന് തുടങ്ങാൻ പറ്റുമോ? നോ നോ നോ, ഇതൊരു സ്വർണ്ണപ്പണയ സ്ഥാപനമോ ബ്ലേഡ് കമ്പനിയോ അല്ല. സഹതാപം പിടിച്ചു പറ്റി കേറാൻ ഇവര് തന്നെയായിരിക്കും ഗോപാലേട്ടനെ വണ്ടി ഇടിപ്പിച്ചതെന്നാ ഇപ്പൊ എന്റെ സംശയം. അയ്യോ ഈശ്വര. അതുകൊണ്ട് ഇവരുടെ ഉള്ളിലെ വിഷം എത്രയാന്ന് എനിക്ക് അറിയൂ. ഈ കിടക്കുന്നത് എന്റെ ഭർത്താവാണെങ്കിൽ ഇവിടെ സംസാരിക്കാനുള്ള അവകാശവും എനിക്ക് മാത്രം. ഇറങ്ങടി രണ്ടാളും പുറത്തേക്ക്. ജണ്ടിനോട് ഇറങ്ങാനാ പറഞ്ഞത്. പിന്നെ പോകുന്ന കൂട്ടത്തിൽ നീയൊക്കെ ഊരിക്കൊടുത്ത കമ്മലും കിണ്ടാണ്ടൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോവാൻ. രാജേശ്വരിക്ക് വേണ്ട നിന്റെ ഒന്നും 2 മഞ്ചാടി സ്വർണത്തിന്റെ ഔദാര്യം. അമ്മോളെ, കണ്ണു തുറന്ന് എല്ലാം കേട്ട് കിടപ്പായിരുന്നല്ലേ? ദേ മനുഷ്യ, കമ്മലിന്റെയും കണ്ണീരിന്റെയും ചോരയുടെയും കണക്ക് പറഞ്ഞ് വീണ്ടും അടുത്ത് കൂടാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ കഥ കഴിക്കാൻ ആക്സിഡന്റിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെ ധാരാളം. അതെ, നിങ്ങൾ ഒരുപാട് ഓവറാവുന്നു. ആദ്യം നിങ്ങളാണ് പുറത്തു പോകേണ്ടത്. ഡോക്ടർ, എന്റെ ഭർത്താവാ ഇത്. ഭർത്താവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പീഡിപ്പിക്കാനുള്ള വീട്ടുമൃഗമൊന്നുമല്ല. Above all, he is my patient. അയാളെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഡോക്ടർ, ഞാൻ മര്യാദയ്ക്ക് നിന്നോളാം ഇവിടെ. മര്യാദയ്ക്ക് നിന്നോ, പക്ഷെ പുറത്തിറങ്ങിയിട്ട് കൊണ്ടുപോടോ ഇവരെ. ഇറങ്ങ വെളിയിൽ ഇറങ്ങി ഇറങ്ങ. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത്? ആ ഇറങ്ങ. എന്താ ഈ അസമയത്ത് ചെറുക്കനും പെണ്ണും തമ്മിലുള്ള ഇടപാടെന്ന് അറിയാലോ. സോറി സർ, ഈ സമയത്ത് വിളിച്ചതിന് ഒരല്പം അർജന്റ് ആയിട്ടാ. ഞാൻ ഈ പറയുന്ന കാര്യം ഒരു കാരണവശാലും സാറിന്റെ അമ്മ അറിയരുത് പ്ലീസ്. കാരണം സാറ് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എങ്കിലും എന്റെ കുടുംബത്തിന്റെയും ഒരു ജീവിത പ്രശ്നം അറിയിക്കാനാ ഞാൻ ഇപ്പോഴീ വിളിക്കുന്നത്. ആദ്യം നമ്മുടെ കല്യാണ നിശ്ചയം നടത്താൻ തീരുമാനിച്ച സമയത്ത് തന്നെ സാറിന്റെ അമ്മ സ്വർണം സ്ത്രീധനമായിട്ട് ചോദിച്ചിരുന്നു 30 പവൻ. ആ ആവശ്യം ഞങ്ങളെ കുറച്ച് വലച്ചെങ്കിലും അന്നത് സംഘടിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ടായി. അമ്മയ്ക്ക് സ്ത്രീധനമായി കിട്ടിയ സ്വർണം അച്ഛന്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടുവന്ന് തരുന്നത് സാറും കണ്ടതാണല്ലോ. ആ പൊന്നിട്ടുകൊണ്ടാ ഞാൻ ചടങ്ങിനിറങ്ങി വന്നത് തന്നെ. പക്ഷേ അവിചാരിതമായി നടന്ന സംഭവങ്ങൾ ആ ചടങ്ങ് മുടക്കി. അച്ഛന്റെ 2ാം ഭാര്യ അതൊരു അവസരമാക്കി സ്വർണം മുഴുവൻ തിരികെ വാങ്ങിക്കൊണ്ടുപോയി. സത്യം പറഞ്ഞ ഇപ്പോഴാ സ്വർണവും ആഭരണങ്ങളും ഒക്കെ വീണ്ടും എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് ചക്രശ്വാസം വലിച്ചോണ്ടിരിക്കുക. പാവം എന്റെ അമ്മ. അമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് സങ്കടം തോന്നുന്നു സർ. എനിക്ക് വേണ്ടി എന്റെ കല്യാണം നടത്താൻ കൂടിയാണല്ലോ പാവം അമ്മ ഇങ്ങനെ വിഷമിക്കുന്നെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. പിന്നെയുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാ, മുമ്പത്തെ പോലെ ഈ കല്യാണത്തിൽ നിന്ന് പിൻവാങ്ങി ആ പാവത്തിനെ രക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ല സർ. നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടിയാ ശാലിനി IAS മോഹം പോലും മാറ്റിവെച്ച് ഒരു വിവാഹത്തിന് തയ്യാറായത്.
അതുകൊണ്ട് നമ്മുടെ വിവാഹം നടന്നേ തീരുന്ന നിലപാടില്ല എല്ലാവരും ഇപ്പോ. സത്യം പറയട്ടെ സാർ, മുമ്പ് ഈ വിവാഹം എന്റെ സ്വപ്നമായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊരു ബാധ്യതയായിരിക്കുക. സാറിനോടൊത്തുള്ള ജീവിതവും സന്തോഷവും എല്ലാം എന്റെ മനസ്സിലുണ്ട്. പക്ഷെ അതെന്റെ അമ്മയുടെ മുതുകിലൊരു പാറക്കഷ്ണം കയറ്റി വെച്ചുകൊണ്ടാവുമ്പോ അതിന്റെ കുറ്റബോധം ഒരു കറയായി എന്റെ ജീവിതത്തിലുടനീളം ഉണ്ടാവും. അത് തീർച്ചയായും. ഒപ്പം സാറിനോട് സ്വന്തം അമ്മയുടെ ഈ നീക്കം അറിയിക്കണമെന്ന് തോന്നി എനിക്ക്. ഇതിലിപ്പോ സാറിന് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം സാറിനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലെ ഭാരം ഒഴിഞ്ഞതുപോലെ ആയി. ഇനി ഈ വിഷയത്തിൽ സാറിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ആലോചിക്കണം പ്ലീസ്. തൽക്കാലം ഞാൻ ഫോൺ വെക്കുക. ഗുഡ് നൈറ്റ്. ഒരാഴ്ച ഒബ്സർവേഷനിൽ കിടക്കണമെന്ന് അവര് പറഞ്ഞല്ലേ ബാലേന്ദ്ര? അത് കഴിഞ്ഞിട്ട് പോന്നാ മതിയായിരുന്നു അവിടുന്ന്. എന്ത് കാര്യത്തിനാളിയാ കാശ് തട്ടാനുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരുടെ ഓരോരോ തന്ത്രങ്ങളെ. ഈ വരട്ടച്ചോറി വന്നാലും പറയും ഒരാഴ്ച ഒബ്സർവേഷൻ വേണോ. KSIBയുടെ മീറ്റർ ഓടുന്ന സ്പീഡില്ല പിന്നെ ബില്ല് ഓരോന്നായിട്ട് വരാൻ പോകുന്നത്. എന്ത് ബില്ലായാലും ഈ വേദനയ്ക്കൊരു ആശ്വാസം കിട്ടിയ. ഇതിപ്പോ വേദനിക്കാനുള്ളത് എന്തായാലും വേദനിച്ചേ പറ്റൂ. വേദന അറിയാതിരിക്കാനേ അവന്മാര് കുത്തിക്കേറ്റുന്നത് പെയിൻ കില്ലറാ. അത് അധികം അകത്ത് ചെന്നാലേ ലിവറും കിഡ്നിയൊക്കെ അടിച്ചു പോകുന്ന ഉറപ്പല്ലേ. ഡെയിലി വാട്ടീസടി ആയതുകൊണ്ടേ നിങ്ങൾക്കതൊക്കെ ഉണ്ടോന്ന് തന്നെ സംശയം എനിക്ക്. എന്തോ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് അലറി വിളിക്കുന്നേ? അയൽപക്കക്കാർക്ക് കിടന്നുറങ്ങണ്ടേ? ഈ ലോകത്ത് വേറെ ആർക്കും ആക്സിഡന്റ് ഉണ്ടാവാത്ത പോലെയാ ഓരോരോ പെരുമാറ്റങ്ങളും. വേദനിക്കുന്നടി, വേദനിച്ച ആരായിരുന്നല്ലോ ഒളിച്ചു പോവും. ഞാനൊരു മനുഷ്യനാ. ഓ, ഒരു മനുഷ്യൻ കണ്ടാലും പറയും. ഒന്ന് അടങ്ങി കിടക്കവിടെ. കണ്ണടച്ച് ഉറങ്ങാൻ നോക്ക് കേട്ടോ, വേദന അറിയില്ല. നീ വാടാ. ചേച്ചി ഇവിടെ വന്നിരിക്കുകയാണോ? അമ്മ പറഞ്ഞു കഴിക്കാൻ വരാൻ. എന്റെ ദേവി, വിജയന്റെ എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും ഈ വരുന്നത്. വിജയലക്ഷ്മി എന്താ ഈ നേരത്ത്? ഈ നേരത്ത് വന്നാലെന്താ? അകത്തേക്ക് പ്രവേശനം ഇല്ല എനിക്ക്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. വന്നാട്ടെ, ഇവിടെ ഇരിക്കാം. ദൈവമേ, ഉറപ്പായും ഇവരെന്തോ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വിജയലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. പറയാം, ശാലിനി കൂടി ഒന്ന് എത്തിക്കോട്ടെ. ശാലിനി? ശാലിനിയോ? ആ, ശാലിനി. അവളോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട്, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ. അതിന് മാത്രം പ്രധാനപ്പെട്ട വിഷയം എന്താ? ധൃതി വെക്കാതെ ശാരദാമ്മേ, അവളിപ്പോ എത്തുമല്ലോ. എന്ത് ബോധക്കേടാടി നീ കാണിച്ചു കൂട്ടിയത്? നിന്നോട് ആര് പറഞ്ഞു ഫോൺ ചെയ്യാൻ? ഇതിപ്പോ വന്ന ദേഷ്യത്തിന് അവർ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? സ്വന്തം പണം ഉണ്ടാക്കാനുള്ള അമ്മയുടെ പേടപ്പാട് കണ്ടിട്ടല്ലേ. ശരീജ് പോട്ടെ, സാരമില്ല. ഇനി അങ്ങനൊന്നും ചെയ്യാതിരുന്നാ മതി. സാരമില്ലെന്നേ. ഇത് നോക്ക്.
നല്ല സുന്ദരം പയ്യന് ലണ്ടനിലൊരു മൾട്ടിനാഷണൽ കമ്പനിയിലാ ജോലി. ലക്ഷങ്ങൾ ശമ്പളം. നല്ല പയ്യനാ ആന്റി, കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാ നമുക്കതങ്ങ് ആലോചിച്ചാലോ മോളെ? ആ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. കല്യാണം കഴിഞ്ഞാ ഞാനും ലണ്ടനിലേക്ക് പോകേണ്ടി വരില്ലേ? ഇല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കാവും. എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല ആന്റി. കല്യാണം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടണം എന്നാ മോഹം. ഇത് പക്ഷേ അത് നടക്കില്ല. ഒതുങ്ങിക്കൂടൽ എന്റെ വിഷ്ണുവേട്ടന്റെ തോണി തൂങ്ങാനുള്ള നിന്റെ അടവല്ലേടി ഇതെല്ലാം. ആ ശരി, എന്നാൽ അത് വേണ്ട. ഇത് നോക്കി, IPS സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആളാ. നമ്മുടെ നാട് വിട്ട് എങ്ങും പോവില്ല. ആള് സൂപ്പർ സ്മാർട്ടാണെന്ന് ബ്രോക്കർ മുരുകണ്ണം പറഞ്ഞത്. പക്ഷെ ഇയാളെ കാണാൻ ഒരു രസവും ഇല്ല ആന്റി. നല്ല പ്രായവും തോന്നിക്കുന്നുണ്ട്. ഏയ്, ആര് പറഞ്ഞു? നല്ല ഭംഗിയുണ്ടല്ലോ. സുസ്മിതയ്ക്ക് പറ്റിയ ആളാണെന്നാ എനിക്ക് തോന്നുന്നത്. ഏയ്, ഫോട്ടോയിൽ അങ്ങനെ പല ഗിമിക്സും കാണിക്കാൻ പറ്റുന്നേ. നേരി കാണുമ്പോ ഇങ്ങനെയൊന്നും ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എനിക്ക് തോന്നുന്നത് ഈ ഫോട്ടോ കളർ ചെയ്തതാന്നാ. അത് നേരി കണ്ടാലല്ലേ അറിയാൻ പറ്റൂ. പ്രീതി വേണ്ട. കല്യാണം എന്ന് പറയുന്നത് പെണ്ണിന്റെ ഇഷ്ടമാണ്. നമ്മളൊന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ആരടിച്ചേൽപ്പിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല മോളെ. എന്റെ മനസ്സിൽ ഒരു പുരുഷനേ ഉള്ളൂ, വിഷ്ണു മാത്രം. അതിനി ഒരു കാലത്തും ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്താഗ്രഹിച്ചോ അത് നേടിയെടുത്തിരിക്കും ഈ സുസ്മിത. ഉറപ്പാ. ഇപ്പോൾ എങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇതിപ്പോ ഒന്നും കൊള്ളില്ല എന്നാണ് സുസ്മിത പറയുന്നതെങ്കിൽ അവൾക്ക് കല്യാണത്തിന് വലിയ താല്പര്യമില്ലെന്നായിരിക്കും ചിലപ്പോ അതിന്റെ അർത്ഥം. അമ്മ ഈ കാണിക്കുന്ന എഫേർട്ടൊക്കെ വേസ്റ്റാ. അങ്ങനെയൊന്നും പറയാതെ. ഇത് ഹേമന്ത് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അവകാശിയാ, പാലക്കാരന്. മോൾ എങ്ങനെയുണ്ടെന്ന് നോക്ക്. എന്റെ കല്യാണം നടത്തിയിട്ട് രണ്ടിനും കൂടി ഹണിമൂൺ ആഘോഷിക്കാൻ അങ്ങ് തിടുക്കോയല്ലേ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ തുടങ്ങിക്കോ നിങ്ങളുടെ ഹണിമൂൺ. താരണി മധുമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ മാരൻ. ശർക്കര പന്തലും മലർമഞ്ചൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സുസ്മിത പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ മധുരം കിനിയുന്ന ബെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി വന്ന് കിടന്നുറങ്ങിയാ മതി. അപ്പോ ശുഭരാത്രി, സുഖനിദ്ര. കൂട്ടിന് കുറെ കടിയൻ ഉറുമ്പുകളും. ആന്റി അന്നൊരു പയ്യന്റെ ഫോട്ടോ കാണിച്ചില്ലേ, ഒരു ഹേമന്തിന്റെ? ആ പയ്യന്റെ വീട്ടുകാരോട് നാളെ ഒന്ന് വരാൻ പറയോ പെണ്ണ് കാണാൻ? നാളെയോ? എന്താ മോളെ ഇത്ര തിരക്കും അത്യാവശ്യവും? അതല്ല ആന്റി, എത്ര നാളാ ഞാനിങ്ങനെ ഇവിടെ. എന്ത് പറഞ്ഞാലും ഞാനിവിടെ ഒരു അധികപ്പറ്റാണെന്ന് എനിക്കറിയാം. അയ്യോ, അധികപ്പറ്റോ? ആര് പറഞ്ഞു? അങ്ങനെ ആരേലും പെരുമാറിയോ നിന്നോട്? പെരുമാറുന്ന കാര്യമല്ല ആന്റി. വിഷ്ണുവേട്ടൻ എന്നെ വിവാഹം കഴിക്കുമെന്ന് കരുതിയാ ഞാനിവിടെ തങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പൊ വിഷ്ണുവേട്ടന്റെ വിവാഹം കഴിഞ്ഞു. പിന്നെ ഇനിയും ഞാനിവിടെ കടിച്ചു തൂങ്ങുന്നതിൽ എന്ത് ന്യായം ഉള്ളത്? അത് മോളെ, ഞാൻ ആന്റി പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. വിഷ്ണുവേട്ടനേക്കാൾ മിടുക്കനായ ഒരാളെ കൊണ്ട് എന്റെ വിവാഹം നടത്തും. അത് ആന്റിയുടെ ഉത്തരവാദിത്വമാണെന്ന് സമ്മതിച്ചു. പക്ഷേ ആ കാര്യം നമുക്കല്ലേ അറിയും. നാട്ടുകാരോടത് പറഞ്ഞു നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എന്റെ കല്യാണം അങ്ങ് നടത്തുന്നത് ആന്റി നല്ലത്. ഈ വീട്ടിൽ എന്റെ പ്രശ്നം അതോടെ അവസാനിച്ചോളൂ. അല്ല മോളെ,
അത് നമുക്ക് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട്. ഓ, ഇനി എന്ത് കൂടുതൽ ആലോചിക്കാൻ? ഇപ്പൊ എന്തായാലും കൊള്ളാവുന്നൊരു പയ്യനെ കിട്ടിയില്ലേ? കല്യാണം ഇനി വെച്ച് താമസിപ്പിക്കേണ്ടെന്ന എന്റെ അഭിപ്രായം. ആന്റിക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു പ്രാവശ്യം വിഷ്ണുവേട്ടന്റെ കല്യാണ പെണ്ണായി മണ്ഡപം വരെ ഒരുങ്ങിയെത്തിയവളാ ഞാൻ. അത് മുടങ്ങിപ്പോയതിന്റെ നൊമ്പരം ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. ഇനിയൊരു കല്യാണം വന്നാ മുടങ്ങാൻ അതും ഒരു കാരണമായാലോ? നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നത് തന്നെയാ നല്ലതെന്ന് തോന്നുന്നു. മോളെ, നിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നാളെ തന്നെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ച് നിന്റെ വീട്ടുകാരോട് അഭിപ്രായം ചോദിക്കട്ടെ. ഒരു മിനിറ്റ്. അയ്യോ, ഇതെവിടുന്നാ? പഞ്ചസാര ഇതെങ്ങനെ ഇവിടെ വന്ന്? ഹലോ മിസ്റ്റർ ഉറുമ്പ്, ആരാണ് നിങ്ങളുടെ നേതാവ്? പാർട്ടി ഓൾ കേരള ഉറുമ്പ് പാർട്ടി മറ്റോ ആണോ? അയ്യോ, ഇവനാണ് നേതാവെന്ന് തോന്നുന്നു. ഹലോ ഉറുമ്പുകളുടെ സൈന്യാധിപ, താങ്കളുടെ സൈന്യത്തെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടുന്നതാണ് നല്ലത്. ഇതെന്റെ ശാലിനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാനുള്ള സപ്രമം ചാട്ടില്ല. ഷെഡ്യൂളും പറഞ്ഞാലും കേൾക്കുന്നില്ലല്ലോ. ശനിപ്പ എന്താ ചെയ്യ? പൊന്നു മോനെ, ചതിക്കല്ലേ. അങ്ങോട്ടൊന്ന് പോര്. അപകടം പിടിച്ച സ്ഥലമാണ് അതൊക്കെ. അയ്യോ, എന്റെ അമ്മേ. ഞാനല്ല, ഉറുമ്പ്. ഉറുമ്പോ? അവിടെ നോക്കിയേ, വെടി കൊറേ ഉണ്ട്, നോക്ക്. ആരാ ഈ ബെഡിൽ പഞ്ചസാര വിതറിയത്? അറിയില്ല, ഞാൻ